ഏതായാലും ഇവിടെ ഇതിപ്പോ അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുന്ന ഇന്നിപ്പോ കാണുന്ന 317 പേര് വരെ ചെയ്യുന്നുണ്ട്. ഈ അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും എന്റെ സ്വാഗതം. നിങ്ങളുടെ കുട്ടികൾ കേൾവിയില്ലാതെ കുട്ടികൾ കുട്ടികളുടെ നിങ്ങളുടെ പരിശ്രമം കൊണ്ട് കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത് ആ കുട്ടികളെ സാധാരണ പോലെ കേൾക്കാനും സംസാരിപ്പിക്കാനും സാധാരണ സ്കൂളിൽ വിടാനും പറ്റിയതിൽ നിങ്ങളെ കൊണ്ട് സാധിച്ചതിൽ നിങ്ങൾക്ക് അതിൽ അഭിമാനിക്കാം. അതിനുള്ള അനുമോദനങ്ങൾ ഞാൻ ഇപ്പോൾ പറയുന്നു. ഈ കുട്ടികളെ നിങ്ങൾ ഇതുപോലെ കേൾപ്പിച്ച് സംസാരിപ്പിച്ച് സ്കൂളിൽ വിടാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ പല പോരായ്മകളും നിങ്ങൾ പലപ്പോഴും പറയാറുണ്ട്. ഉദാഹരണത്തിന് കുട്ടികളുടെ ദിശ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ശബ്ദം ഉള്ളിടത്ത് ഈ വാക്കുകൾ തിരിയാൻ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഉയർന്ന ക്ലാസ്സിൽ ചിലപ്പോൾ പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. കോക്ലിയർ ഇംപ്ലാന്റ് പറയുമ്പോൾ നിങ്ങളെ പേരൻസ് സാധാരണ ആൾക്കാര് മെഡിക്കൽ ഫീൽഡിലുള്ള ആരോഗ്യ മേഖലകളിലും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവം രണ്ട് സൈഡിലും ഇത് തന്നിട്ട് എന്തുകൊണ്ട് ഒരു സൈഡിൽ മാത്രം കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യുന്നു? ദൈവം രണ്ട് ചെവി തന്നിട്ടുണ്ട്, എന്തുകൊണ്ട് ഒരു സൈഡിൽ മാത്രം കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യും? ഇതിന്റെ പ്രധാന കാരണം സാമ്പത്തികം തന്നെയാണ്. വളരെ വില കൂടിയ ഒരു ഓപ്പറേഷൻ ആണിത്. അപ്പൊ അതുകൊണ്ട് സാമ്പത്തികമാണ് പ്രധാന കാരണം. രണ്ടാമത്, ഒരു സൈഡ് തന്നെ ഓപ്പറേഷൻ ചെയ്യുന്നതുകൊണ്ട് കുട്ടികൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട് സാധാരണ സ്കൂളിൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് ഒതുക്കി തീർക്കുകയാണ്. ഒരു സൈഡിൽ നമ്മൾ ഒതുക്കി തീർക്കാൻ തന്നെ വേണം പറയാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കുട്ടികൾ നിങ്ങൾ സാധാരണ സ്കൂളിൽ പോയിട്ട് വളർന്നു വരുന്ന കുട്ടികളാണ്. ഈ കുട്ടികളോട് നിങ്ങൾ ഭാവിയിൽ എന്താകണമെന്ന് ചോദിക്കുകയാണെങ്കിൽ സാധാരണ കുട്ടികൾ പറയുന്ന പോലെ ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം, അല്ലെങ്കിൽ പൈലറ്റ് ആകണം ഒക്കെ പറയാറുണ്ട്. കേരളത്തില് എൻട്രൻസ് എക്സാം എന്ന് പറയുകയാണെങ്കിൽ വളരെ പേടിപ്പിക്കുന്ന ഒരു ഇതാണ്. മാതാപിതാക്കൾക്ക് വളരെ പേടിയുള്ള ഒരു ഇതാണ്, പേടി സ്വപ്നമാണ് എൻട്രൻസ് എക്സാം. വളരെ ചെറിയ നമ്പർ ഓഫ് സീറ്റ്സ് ഉണ്ട്, ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്നു. ഇതിന്റെ പ്രധാനം നമ്മുടെ ജനസംഖ്യ തന്നെയാണ്. ഇപ്പൊ കാനഡ അല്ലെ ഓസ്ട്രേലിയ അല്ലെ ന്യൂസിലൻഡ് എടുക്കുകയാണെങ്കിൽ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 3 തൊട്ട് 5 പേര് താമസിക്കുമ്പോൾ കേരളത്തില് ജനസാന്ദ്രത 850 ആണ്. ഒരു സ്ക്വയർ കിലോമീറ്ററിൽ മറ്റിടത്ത് 3ഉം 5ഉം ഉള്ളപ്പം നമ്മുടെ അവിടെ 850 പേര് താമസിക്കുന്നു. IAS പോലെ ഉള്ള ഒരു എക്സാമിന് ഒരു പരീക്ഷയ്ക്ക് ഒരു വർഷം 100 സീറ്റ് ഉള്ളിടത്ത് 10 ലക്ഷം ആളുകളാണ് അപ്ലൈ ചെയ്യുന്നത്. 100 സീറ്റ് ഉള്ളിടത്ത് 10 ലക്ഷം ആളുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് ഇവർ പോകുമ്പോൾ എല്ലാത്തിനും അഭിമുഖീകരിക്കാനായിട്ട് നമ്മൾ ഇവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു കൊടുക്കും. ഇവിടെ ഒരു കുട്ടിയെ സ്വിമ്മിങ് പഠിപ്പിക്കുന്നു, നീന്താൻ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു സൈഡിൽ മാത്രം നമ്മൾ ഒരു ഫ്ലോട്ടേഷൻ ഡിവൈസ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടാകും. അതിന് പകരം 2 സൈഡിലും വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായി. ഇതുപോലെ തന്നെ പണ്ട് കാലത്ത് ശാസ്ത്രം വളർന്നു വന്ന സമയത്ത് കാഴ്ചയ്ക്ക് വേണ്ടി കണ്ടുപിടിച്ചു നമ്മളൊരു ലെൻസ് വെക്കുകയാണെങ്കിൽ ഇവർക്ക് കാണാൻ പറ്റും. അപ്പൊ ആദ്യ കാലങ്ങളിൽ ഒരു സൈഡിൽ മാത്രമാണ് കാഴ്ചയ്ക്ക് വേണ്ടി നമ്മൾ കണ്ണടകൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു സൈഡിലും നിങ്ങൾ സിനിമയിൽ കണ്ടു കാണും, പഴയ ഫോട്ടോകൾ കണ്ടു കാണും, ഒരു സൈഡിൽ മാത്രം ലെൻസ് വെക്കും. അപ്പൊ അതിൽ നിന്നുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇതും മനസ്സിലാക്കി കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ 2 സൈഡിലും കണ്ണട വെക്കാണ്, ഒരു സൈഡിൽ മാത്രം വെക്കാറ്. കോക്ലിയർ ഇംപ്ലാന്റും അതുപോലെയാണ്. നമ്മൾ ആദ്യം ഒരു സൈഡിൽ മാത്രം വെച്ചു. ഇപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകളും പോരായ്മകളും നമ്മൾ മനസ്സിലാക്കി 2 സൈഡിലും വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പാശ്ചാത്യ കാര്യങ്ങൾ എല്ലായിടത്തും ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ 2 സൈഡിൽ ആയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ സൈക്കിള് കണ്ടു കാണും, ഒരു ചക്രം മാത്രമുള്ള സൈക്കിള്. ഇത് സർക്കസിന് മാത്രമേ ഉള്ളൂ, നമുക്ക് അത് സർക്കസ് കാണിക്കാവുന്നേ ഉള്ളൂ. അത് ഡെയിലി യൂസ് നമുക്ക് ഒരിടത്ത് പോകാനായിട്ട് ഉപയോഗിക്കാം. അതിന് പകരം 2 വീലും ഉള്ള സൈക്കിള്. ഇങ്ങനെ ഒരു സൈക്കിൾ വരുമ്പോൾ നമുക്ക് മിക്കവാറും എല്ലാവർക്കും 90% ആളുകൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇതുകൊണ്ട് ഉപയോഗമുണ്ട്. പിന്നീട് ഒരു പാർക്കിൽ പോകുന്നു, ഒരു സീസോ, ഒരു കുട്ടി മാത്രം ഉണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല.
അത് ആസ്വദിക്കാൻ പറ്റുകയില്ല. അതിന് പകരം മറ്റേ സൈഡിലൂടെ വരികയാണെങ്കിൽ ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. തലച്ചോറ് എടുത്ത് നോക്കുകയാണെങ്കിൽ തലച്ചോറിന് രണ്ട് ഭാഗമുണ്ട്, ഇടത് ഭാഗമുണ്ട്, വലത് ഭാഗം. ഇത് രണ്ട് വ്യത്യസ്ത രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. എല്ലാവരുടെയും ഇടത് കൈയുള്ള ഒരാളും വലത് കൈയിലാണ് ഇതുപോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇടത്ത് ബ്രെയിന് പ്രായോഗികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. മാത്സ്, സയൻസ് അങ്ങനത്തെയുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതേസമയം വലത്ത് ഭാഗം അവബോധനം, നമ്മുടെ വികാരങ്ങള്, ആർട്സ്, മ്യൂസിക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും ഒരുപോലെ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിലേ നമുക്ക് അതിനുള്ള മുഴുവനുള്ള പ്രയോജനം കിട്ടുകയുള്ളൂ. നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞുണ്ട്. കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്, മണമുണ്ട്, രുചിയുണ്ട്, സ്പർശനമുണ്ട്. ഇതിനകത്ത് മൂക്കും നാക്കും ഒന്നേ ഉള്ളെങ്കിലും ഇതിന് രണ്ട് ഭാഗമുണ്ട്. ഇത് രണ്ടും രണ്ട് സൈഡിലോട്ട് പോകുന്നുണ്ട്. രണ്ട് സൈഡിലും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഫുള്ളായിട്ടുള്ള യൂട്ടിലിറ്റി കിട്ടുന്നത്. ഒരു സൈഡിൽ മാത്രം ഇംപ്ലാന്റ് വെക്കുമ്പോഴത്തേനും പകുതി ഗുണമേ അതിൻ്റെ അകത്ത് കിട്ടുന്നുള്ളൂ. പകുതിയല്ല, ഗുണങ്ങൾ കിട്ടുന്നുണ്ട്, പലതും നമ്മൾ അതിൻ്റെ അകത്ത് മിസ് ഔട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ഒരു സൈഡ് മാത്രം ചെയ്യുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ചാലഞ്ചസും എന്താണ് ഉണ്ടാകുന്നത്? ഈ കുട്ടികളെല്ലാം സ്കൂളിൽ പഠിക്കുന്നതാണ്. അപ്പൊ സ്കൂളില് ടീച്ചർ പറയുന്ന ശബ്ദങ്ങൾ മാത്രമല്ല ഒരു ക്ലാസ് റൂമിലുള്ളത്. ബാക്കിയുള്ള കുട്ടികൾ സംസാരിക്കുന്നുണ്ടായിരിക്കും, ഫാൻ അല്ലെങ്കിൽ AC അങ്ങനത്തെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും, പുറത്തേ നിന്നുള്ള ലോകത്ത് നിന്നുള്ള കാറും മറ്റേ പോകുന്ന സൗണ്ടുകളുണ്ടായിരിക്കും. അപ്പൊ ഈ ഇതിനകത്തുള്ള പിക്ചർ കാണിച്ചിരിക്കുന്നതാണെങ്കിൽ ഇടത് സൈഡിൽ നിന്നുള്ള സൗണ്ടാണ് ടീച്ചറിന്റെ നിന്ന് വരുന്നത്. അപ്പം വലത് സൈഡിൽ മാത്രം ഇംപ്ലാന്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഈ ഒരു ഇത് മുഴുവനായിട്ട് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ശബ്ദമുള്ള സ്ഥലത്ത് കേട്ട് ബാക്കിയുള്ള ശബ്ദങ്ങളുള്ള സമയത്ത് കേൾക്കാനുള്ള ഒരു ഇത്. രണ്ടാമതായിട്ട് നമ്മളെല്ലാവരും സാമൂഹിക ജീവികളാണ്. നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. പ്രായമുള്ള ഒരാൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തന്നെ കണ്ടുവരുന്നതാണ്. പ്രായമുള്ള ഒരാള് കേൾവി പതുക്കെ കുറഞ്ഞു വരുന്നു. ഹിയറിംഗ് എയ്ഡ് വെക്കാൻ പറയുമ്പോൾ ഹിയറിംഗ് എയ്ഡ് വെക്കുകയില്ല. അപ്പൊ എന്താ ഉണ്ടാകുന്നത്? ആൾ ഒറ്റപ്പെട്ടു പോകും. ആളോട് സംസാരിച്ചിട്ട് ആൾക്കൊന്നും തിരിച്ചു പറയാൻ പറ്റുമ്പോഴത്തേനും ഒറ്റപ്പെട്ടു പോവുകയാണ്. ഇതും ഈ കുട്ടികൾക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. എല്ലാം പറയുന്നത് കേൾക്കുന്നില്ല, അപ്പൊ അതുകൊണ്ട് ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ജീവിതത്തിൽ നമ്മുടെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ജീവിതമാണ്. പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യേണ്ടി വരും. ക്ലാസ്സിൽ തന്നെ സ്കൂളിൽ ഇരുന്ന് കുട്ടിയിരുന്നാണെങ്കിൽ ടീച്ചർ പറയുന്നു അത് ഉടൻ തന്നെ എഴുതിയെടുക്കും. കേൾക്കണം, മനസ്സിലാക്കണം, ഉടൻ തന്നെ എഴുതിയെടുക്കണം. അങ്ങനെ അതുപോലെ ജോലി ചെയ്യുമ്പോൾ ഒരു IT പ്രൊഫഷണൽ ആണെങ്കിൽ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ പല ഫോൺ കോളുകൾ ഉണ്ട്. അത് നമ്മൾ മൾട്ടി ടാസ്ക് എന്ന് പറയും. അതിന് ഒരു സൈഡ് മാത്രമാണെങ്കിൽ അതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. വേറെ ഒരു പ്രധാനം, നിങ്ങൾ എല്ലാവരും മാതാപിതാക്കളായിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാക്കിയിട്ടുള്ളതാണ്, ഒരു സൈഡ് മാത്രം ഇംപ്ലാന്റ് ചെയ്ത കുട്ടിക്ക് ശബ്ദത്തിന്റെ ദിശ മനസ്സിലാക്കാനായിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നു, വലത് സൈഡ് ഇംപ്ലാന്റ് ചെയ്തൊരു കുട്ടിക്ക് വലത് സൈഡിൽ നിന്ന് വരുന്ന സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ, ഇടത് സൈഡിൽ നിന്ന് വരുന്ന സൗണ്ട് കേൾക്കാനുള്ള ബുദ്ധിമുട്ട്. അപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഞങ്ങള് ഈ അടുത്ത് മെഡിക്കൽ ടെസ്റ്റിലെ ഒരു ടെസ്റ്റ് ചെയ്തായിരുന്നു. കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത് കുട്ടികളെ കൊണ്ടുവന്ന് കുറെ പേരെ കൊണ്ടുവന്ന് ഒരു മുറിയിലിരുത്തി സ്പീക്കേഴ്സ് പലയിടത്തും വെച്ചിട്ട് സൗണ്ട് കൊടുത്തിരുന്നു. ഇത് സാധാരണ കുട്ടികളായിട്ട് കമ്പയർ ചെയ്യും. സാധാരണ കുട്ടികൾ വളരെ കൃത്യമായിട്ട് എവിടെ നിന്നാണ് സൗണ്ട് വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത കുട്ടികൾക്ക് ആ ഇംപ്ലാന്റ് ചെയ്ത സൈഡിൽ മാത്രമേ കാണാൻ പറ്റൂ, കേൾക്കാൻ പറ്റൂ, അതല്ല ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ആ ദിശ എവിടെ നിന്നാന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട്. ഇതിൽ നിന്നുള്ള സുരക്ഷിത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നീടുള്ള ഒരു ഇംപ്ലാന്റ് മാത്രം വെച്ചിട്ടുള്ള ഒരു കുട്ടിക്ക് പ്രത്യേകിച്ച് ഒരു ക്ലാസ് മുറി പോലെയുള്ള സ്ഥലത്ത് ബാക്കിയുള്ള സൗണ്ട് ഉള്ളിടത്ത് കുറച്ച് ശ്രദ്ധിച്ചു വേണം കേൾക്കാനായിട്ട്. വളരെ ഈസി ആയിട്ട് ശബ്ദം പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല, അപ്പൊ അത് സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഇരുന്ന് വായിക്കുന്ന പോലെ, ലൈറ്റ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് പേപ്പർ വായിക്കുകയാണെങ്കിൽ എന്തോരം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോയിട്ട് ഒരു കണ്ണടച്ച് ഒരു സിനിമ കാണാൻ വിചാരിക്കും. അപ്പൊ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. വളരെയേറെ നമുക്ക് അതിനെ ശ്രദ്ധിക്കേണ്ടി വരുന്നു. അപ്പൊ ശ്രദ്ധിക്കുമ്പോൾ തലച്ചോറും ശാരീരികമായിട്ടും മാനസികമായിട്ടും നമുക്ക് തളർച്ച ഉണ്ടാകുന്നു. നമുക്ക് അവസാനം ഒരു ദിവസം കഴിയുമ്പോഴത്തേനും ക്ഷീണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുന്നുണ്ട്. ഇത് പഠിത്തത്തെ ബാധിക്കും. ക്ഷീണിച്ചിരിക്കുന്ന ഒരാൾക്ക് കേൾക്കാനുള്ള ഒരു വ്യത്യാസങ്ങൾ ഉണ്ടാകും. രണ്ട് ചെവി കൊടുക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും.
സാധാരണ ഒരു കുട്ടി, 2 ചെവിയുള്ള ഒരു കുട്ടിക്ക് രണ്ടുപേര് 2 ചെവിയില് 2 വ്യത്യസ്ത കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ ശബ്ദം, ഈ കാര്യങ്ങൾ എന്താ പറയുന്നത് കേൾക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും, അതനുസരിച്ച് ആക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ 2 ചെവിയില് 2 പേര് 2 വ്യത്യസ്ത കാര്യങ്ങൾ പറയുന്നു. ഇത് രണ്ടും കേൾക്കാനും മനസ്സിലാക്കാനും നമുക്കുള്ള ആ കഴിവുണ്ട്. ഒരു സൈഡ് ഇംപ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പറ്റിയില്ല. 2 സൈഡിൽ ഇംപ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ സാധാരണ ആളുകളെ പോലെ ഈ പറയുന്ന 2 കാര്യങ്ങൾ ഒരുമിച്ച് കേൾക്കാനും, ഒരുമിച്ച് 2 വ്യത്യസ്ത കാര്യങ്ങൾ ഒരുമിച്ച് കേൾക്കാനും ഒരുമിച്ച് മനസ്സിലാക്കാനും പറ്റും. അതാണ് 2 ഇംപ്ലാന്റ് ചെയ്തിട്ടുള്ള ഒരു ഗുണം. ഇത് 2 ഇംപ്ലാന്റ് ചെയ്തിട്ടുള്ള ഗുണങ്ങൾ, ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ സേഫ്റ്റി, സുരക്ഷിതത്വം. ഒരു കുട്ടികളുടെ റോഡിൽ ഇറങ്ങി പോകുന്നതാണ്, എവിടെ പോകുന്നതാണ് ഇത് ചെയ്യുമ്പോഴത്തേനാണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് മാത്രമേ കേൾക്കുന്നുള്ളൂ. ശബ്ദത്തിന്റെ ദിശ തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ ഇതുപോലെ സുരക്ഷിതത്തില് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നീട് ഇത് പറഞ്ഞ ഈ സെൻസ് ഓഫ് ഡയറക്ഷൻ, നമുക്ക് എവിടെ നിന്നാ ദിശയിൽ നിന്ന് വരുന്നത് എന്നുള്ളതാണെങ്കിൽ 2 ചെവിയുള്ളവർക്ക് വളരെ കൃത്യമായിട്ട് ഏകദേശം 1 ഡിഗ്രി ഇതിന് +-1 ഡിഗ്രി ഇത് വെച്ചിട്ട് 2 ചെവി ഉള്ളവർക്ക് വളരെ കൃത്യമായിട്ട് എവിടെ നിന്നാന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. മുമ്പിൽ നിന്നാണെങ്കിലും പുറകിൽ നിന്നാണെങ്കിലും സൈഡിൽ നിന്നാണെങ്കിലും വളരെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതേസമയം ഒരു ചെവി മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചെയ്ത സൈഡിൽ ഉള്ളത് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് സുരക്ഷിതത്വം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ശബ്ദം ആസ്വദിക്കുന്നത്, എന്റെ ഒരു കോക്ലിയർ ഇംപ്ലാന്റ് ഉണ്ടായിരുന്നു. 28 വയസ്സില് ആളുടെ കേൾവി പോയി ഒരു സൈഡിൽ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്തു. വളരെയധികം മ്യൂസിക്, സംഗീതം ആസ്വദിക്കുന്ന ഒരാളായിരുന്നു. ആളുടെ ഇത് ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സൈഡിൽ നിന്ന് മാത്രം ആയപ്പോഴത്തേനാണെങ്കിൽ ആ സംഗീതം ആസ്വദിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ്. സാധാരണ ഒരാള് 2 സൈഡിൽ നിന്നും കേൾക്കുന്നു, പല വ്യത്യസ്തമായ സൗണ്ട്. ഇപ്പൊ ആണെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ മാത്രമല്ല, നമുക്ക് ബേസ് സ്പീക്കേഴ്സ് ഉണ്ട്, സറൗണ്ട് സ്പീക്കേഴ്സ് ഉണ്ട്. അപ്പൊ എല്ലായിടത്തും വരുന്ന ശബ്ദങ്ങള് 2 സൈഡിലും. ഇത് വളരെ ചെറുതാണ്, പക്ഷെ ആ സംഗീതം ആസ്വദിക്കാൻ പറ്റിയില്ലെന്ന് പറയുകയാണെങ്കിൽ അതും ഒരു കുറവ് തന്നെയാണ്. അപ്പൊ ആ ഉള്ള ജീവിതത്തിൽ ചെറിയ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആസ്വദിക്കാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. നേരത്തെ പറഞ്ഞോളൂ മൾട്ടി ടാസ്ക്. ഇനി മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു ജോലി വെച്ചിട്ട് ഒരു കാര്യം മാത്രമായിട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഞാൻ പറഞ്ഞ പോലെ ഒരു IT പ്രൊഫഷണൽ ആണെങ്കിൽ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നു, 4 ഫോൺ ഓൺലൈനിൽ വർക്ക് ചെയ്യുന്നു, അവിടുന്ന് വേറൊരാൾ പറയുന്നു, എല്ലാം ഒരുമിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ചെവി വെച്ചാണെങ്കിൽ ഒരു ചെവി മാത്രം ഉണ്ടെങ്കിൽ അത് കേൾക്കാനും അതുപോലെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇത് നേരത്തെ പറഞ്ഞ ഒരു ചെവി മാത്രമുള്ള ഒരു കുട്ടി ഒരു ക്ലാസ്സിലിരിക്കണം, 2 സൈഡും ഇംപ്ലാന്റ് ചെയ്ത കുട്ടി ഒരു ക്ലാസ്സിലിരിക്കണം. ഈ ഒരു കുട്ടി 2 സൈഡിൽ ഇംപ്ലാന്റ് ചെയ്ത കുട്ടിയാണ്. ആ 2 സൈഡിൽ നമുക്ക് ഇംപ്ലാന്റ് കാണാം. ടീച്ചർ ഒരിടത്തു നിന്നല്ല സാധാരണ വർത്താനം പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. അപ്പൊ ഏത് സൈഡിൽ നിന്ന് പോവുകയാണെങ്കിലും ആ സൈഡിലെ ഇംപ്ലാന്റ് അത് പിക്കപ്പ് ചെയ്യും. പുറകിലുള്ള ശബ്ദങ്ങളെ കട്ട് ഓഫ് ചെയ്യാനും ഈ ടീച്ചർ പറയുന്നത് കൂടുതലായിട്ട് കേൾക്കാനും ഉള്ള ഒരു ഇത് ബൈലാറ്ററൽ ഇംപ്ലാന്റ് 2 സൈഡിൽ ഇംപ്ലാന്റ് ചെയ്യുമ്പോഴത്തേക്കും. ഇങ്ങനെയുള്ള കുട്ടികൾ, ഇത് കൂടുതലും മുതിർന്ന ക്ലാസ്സിൽ എത്തുമ്പോഴാണ് കുട്ടികൾ ഈ ബുദ്ധിമുട്ടുകൾ പറയും. ചെറിയ ക്ലാസ്സിൽ അത്ര ഇത് പറയാറില്ല. മുമ്പിലോട്ട് ചെല്ലുമ്പോൾ തന്നെ ആണെങ്കിൽ ടീച്ചറിന്റെ സൗണ്ട് ശരിക്കും കേൾക്കുന്നില്ല, ബാക്കിയുള്ള സൗണ്ടാണ് കൂടുതലായിട്ട് കേൾക്കുന്നത്. അത് ക്ലിയർ ആയിട്ട് പറയാനുണ്ട്, ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട്. ഇതുപോലെ ഒരു സൈഡ് മാത്രം ആകുമ്പോഴത്തേനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുട്ടത്തിരുന്ന് വായിക്കുന്ന പോലെ, കണ്ണിന്റെ തളർച്ച വരുന്ന പോലെ ഒരു സൈഡ് മാത്രമാണെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു ദിവസം വൈകിട്ടാകുമ്പോഴത്തേനും കൂടുതലായിട്ട് ക്ഷീണം വരാനും, തലച്ചോറിന് മാത്രമല്ല, ശരീരം മാത്രമല്ല തലച്ചോറിനും ക്ഷീണം വരാനുള്ള തലച്ചോറ് ക്ഷീണിക്കുമ്പോൾ ഉണ്ടാകുന്ന വെച്ചാൽ നമുക്ക് ഗ്രഹിക്കാനുള്ള ഇത് കുറയും. അപ്പം പഠിക്കാനുള്ള ഇതും കുറച്ചുകൂടെ കുറഞ്ഞു വരും. അതുകൊണ്ടാണ് ഈ കുട്ടികള് ചെറിയ ക്ലാസ്സിൽ നല്ലതായിട്ടുണ്ടെങ്കിൽ മുമ്പിലോട്ട് ചെല്ലുമ്പോഴത്തേനും അവരുടെ പഠിത്തത്തിൽ ഇത് കുറച്ചൊരു പുറകോട്ട് ഉണ്ടാകുന്ന ഒരു പ്രവണത നമ്മൾ കാണാറുണ്ട്. ഈ നമ്മുടെ വ്യക്തിത്വം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് വ്യക്തിത്വത്തെ കുറവായിട്ട്, നമുക്കൊരു ആത്മവിശ്വാസം വേണം, ഒരു കോൺഫിഡൻസ് വേണമെന്നുണ്ടെങ്കിൽ ആ കോൺഫിഡൻസ് കുറയ്ക്കും. ഇപ്പൊ കാലിനൊരു ചട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കണ്ണിന് കാഴ്ച കുറവുണ്ട്, അല്ലെങ്കിൽ മുഖത്ത് വലിയൊരു പാടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടപ്പോൾ നമ്മുടെ ആ ആത്മവിശ്വാസം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ കോക്ലിയർ ഇംപ്ലാന്റ് ഒരു സൈഡിൽ മാത്രം ചെയ്യുന്നവർക്ക് ഇതാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അവരുടെ വ്യക്തിത്വം നല്ലതായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള പ്രശ്നം, ആത്മവിശ്വാസം പതുക്കെ പുറകിലോട്ട് പോകുന്നു,
സാമൂഹികത്തിലുള്ള ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന എല്ലാവർക്കും ആയിട്ടുള്ള ഇത്. പിന്നെ ഇതുപോലെ തന്നെയാണെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് പാട്ട് ആസ്വദിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങള് ബാക്കിയുള്ള കൂട്ടുകാരുടെ കൂടെ പോയി രണ്ട് സൈഡിൽ നിന്ന് പറയുന്നത് കേൾക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ മാറിക്കിട്ടും. ഒരു സൈഡിന് പകരം രണ്ട് സൈഡ് ഇംപ്ലാന്റ് ചെയ്യുക. എപ്പോഴാണ് രണ്ടാമത്തെ സൈഡിൽ ഇംപ്ലാന്റ് ചെയ്യുന്നത്? ഇപ്പത്തെ നമുക്ക് ഇത്രയും വർഷത്തെ ആ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇപ്പോഴേ കഴിയുന്നതും ഒരു സമയത്ത് തന്നെ ചെയ്യാണ്. അപ്പൊ ആദ്യമായിട്ട് വരുന്ന ഒരു കുട്ടി ഇംപ്ലാന്റ് ചെയ്യാൻ വരുമ്പോൾ രണ്ട് സൈഡും ഒരുമിച്ച് തന്നെ ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങളുടെ കുട്ടികൾ നേരത്തെ തന്നെ ഒരു സൈഡ് മാത്രം ഇംപ്ലാന്റ് ചെയ്തിട്ടു. എത്രയും നേരത്തെ ഇംപ്ലാന്റ് ചെയ്യുന്നതാണ് അത്രയും നല്ലത്. ഇപ്പൊ രണ്ട് സൈഡ് ഇംപ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ, ഒരുമിച്ച് ഇംപ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ ആ ഓട്ടറി വെർബൽ തെറപ്പിയൊക്കെ രണ്ടും കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. കാലം കഴിഞ്ഞു പോകുമ്പോഴത്തേനാണെങ്കിൽ ഇപ്പം 10 വർഷം കഴിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ ആ ഓട്ടറി വെർബൽ തെറപ്പിക്ക് രണ്ടാമത്തെ സൈഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ സൈഡ് പോലെ കൂടുതൽ സമയം വേണ്ടി വരും. രണ്ട് സൈഡ് ഇംപ്ലാന്റ് ചെയ്യുന്ന ഗുണങ്ങളൊക്കെയാണ്. ഒന്ന്, സുരക്ഷിതത്വം. രണ്ട് സൈഡിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നു, അതിൽ നിന്നുള്ള സുരക്ഷ. സോഷ്യൽ ഇന്റഗ്രേഷൻ, നമ്മൾ സമൂഹ ജീവികളാണ്. അപ്പൊ അതിനകത്ത് കുറച്ചുകൂടെ ഇടപഴകാനും നമ്മളെ അക്സെപ്റ്റ് ചെയ്യാനും ഇത് നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ ചെറിയ കാര്യങ്ങൾ, പാട്ട്, അതുപോലെ തന്നെ കൂട്ടുകാരായിട്ട് പോകുന്നതൊക്കെ കുറച്ചുകൂടെ കൂടുതലായിട്ട് രണ്ട് സൈഡും ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് ആസ്വദിക്കാൻ പറ്റും. പിന്നെ തടസ്സമില്ലാതെ കേൾക്കാൻ പറ്റും. ടീച്ചർ പറയുന്നത് ഇടത് സൈഡിൽ നിന്നാണ് വലത് സൈഡിൽ നിന്നാണെങ്കിലും യാതൊരു തടസ്സമില്ലാതെ കേൾക്കാനും രണ്ട് സൈഡിലും ഇംപ്ലാന്റ് ചെയ്യാനേ നമ്മളെ സഹായിക്കും. താങ്ക് യു വെരി മച്ച്.